ഒരു ഭാഗത്ത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭാരതീയരുടെ ഓപ്പർച്യൂണിറ്റീസ് റദ്ദാക്കുന്നു. മറുഭാഗത്ത് ജോലി ചെയ്യാതെ അമേരിക്കയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് പണം സ്വീകരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയും ഭാരതത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയും ഭാരതമുണ്ടാക്കിയിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ അത് മൈനോറിറ്റീസിനെതിരെയാണ് എന്ന് പറഞ്ഞ് അമേരിക്ക ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇത് രണ്ടും വാസ്തവത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരു രീതിയിൽ അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡിനെ കാണിക്കുന്നു. അപ്പോൾ തന്നെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാകുന്നു. ജോലി ചെയ്ത് ഒരു വ്യക്തി അമേരിക്കയിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കുന്നത് അവർക്ക് വേണ്ട. ഫ്രീ ആയിട്ട് ഏതെങ്കിലും ട്രസ്റ്റിന്, ഏതെങ്കിലും സൊസൈറ്റിക്ക് അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും അമേരിക്കയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ആ പൈസ കൊടുത്തേ മതിയാവും. എന്താ അതിൻ്റെ ഇത്ര നിർബന്ധം?